ഗൈസ് കഴിഞ്ഞ ദിവസം എന്നെ സാറേയും വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് വേറൊന്നും കൊണ്ടല്ല, സാറ വീട്ടിൽ അപ്പിയിടുന്നെന്ന് പറഞ്ഞ് വൻ വിഷയമായിരുന്നു. ഏകദേശം 5-6 മണിക്കൂർ ഞങ്ങൾ പുറത്തായിരുന്നു. പിന്നെ കുറച്ചു നേരത്തിന് ശേഷമാണ് അമ്മ ഞങ്ങളെ കഥ ഓർന്ന് തിരിച്ചു കയറ്റിയത്. ഇനി എന്റെ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഇവളെ എങ്ങനെയെങ്കിലും പുറത്ത് അപ്പിയിടാനായിട്ട് പഠിപ്പിക്കണം. അതെന്തായാലും 10-15 ദിവസം എടുക്കും. പക്ഷെ അതുവരെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവൾക്ക് ഒരു പാമ്പർ ഇട്ട് കൊടുക്കാൻ വല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സാറയാണ് നമ്മുടെ സാധനം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്ത് നമ്മുടെ സാറാണ് അൺബോക്സ് ചെയ്ത് കടിച്ച് മണപ്പിക്കുന്നില്ല. അൺബോക്സ് കടിക്ക് പൊട്ടിക്കങ്ങോട്ട് സാധനം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 ഉണ്ട് തോന്നുന്നു. 1 2 3 4 ഉണ്ട്. മതി അൺബോക്സ് ചെയ്ത് മതി എന്ന് ഇപ്പൊ അൺബോക്സിംഗ് ഇടയ്ക്ക് എന്റെ കൈ കാണിച്ചിരിക്കുന്നുണ്ട്. വരഞ്ഞു വിട്ടിരിക്കുക. എന്തോ ഈ കാണിക്കുന്നത്? എന്നെ ആണ്ടാനല്ലേ പറഞ്ഞേ, കവറ് പൊട്ടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മതി ഈ സാധനം ഇവിടെ ഇപ്പൊ ഇടിപ്പിക്കാൻ പോകുന്നത് ഇറിറ്റേഷൻ വല്ലതും വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത്. ഇനി എന്തായാലും എന്റെ അമ്മ എന്നെ തെറി വിളിക്കത്തില്ല, ഇറക്കിയും വിടത്തില്ല. വീട്ടിൽ നിന്ന് എന്തായാലും അപ്പി ഇടുന്നെന്ന് പറഞ്ഞ് അടിക്കാതെ മതി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യമേ നോക്കണ്ടേന്ന് വെച്ചിട്ടുണ്ട് വാലിറങ്ങണം. അപ്പൊ വാലിന് വേണ്ടി കടിച്ച് പറിക്കാതെ, വാലിറങ്ങാൻ വേണ്ടി കടിക്കാതെ മതി മര്യാദക്ക് ഇരുന്നോണം. മര്യാദഗിരി ഇപ്പൊ ഈ സാധനം ഇടാൻ പോകണം. പക്ഷെ ഇവിടെ വാല് കയറുന്ന ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ വാലിന്റെ അളവ് നോക്കണം. കടിക്കാതെ കടിച്ച് പറിച്ച് കേസ് എന്തുണ്ടോ കയ്യെല്ലാം പോയി പുറകെ മര്യാദഗിരി മര്യാദ. ഓക്കെ, സ്റ്റേ ബിഹേവ്. ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വീഡിയോയുടെ ഫ്രണ്ട് വരുമ്പോ എങ്ങനെ നിക്കണമെന്ന്. ബിഹേവ് ഏത് ബിഹേവ്? നിക്ക് മതി. കം ഹിയർ സിറ്റ്. ഇടുന്നുണ്ടോ? ഇടാം. ഇവിടെ ആയിട്ട് നമുക്കൊരു തോള ഇടണം. അലോയി എന്ന് പറയുന്ന ഈ സാധനം ഒന്ന് മാറി. വാലിന്റെ ഏകദേശം ഒരു ഊഹപ്രകാരമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. എടി, ആ പാമ്പർ എനിക്ക് വേണം. നിനക്ക് വേണ്ടി മേടിച്ചത്, നീ കടിക്കാൻ വേണ്ടിയല്ല, കുണ്ടിയിൽ ഇടാൻ വേണ്ടിയാണ് മേടിച്ചിരിക്കുന്നത്. പാമ്പർ മേടിച്ചാലും ജട്ടി മേടിച്ചാലും പുള്ളിക്ക് കടിക്കാൻ കിട്ടിയാൽ വേറൊന്നും വേണ്ട പുള്ളിക്കാരി. ഇപ്പം നമ്മൾ വാലിന് വേണ്ടി തൊളയിട്ടിട്ടുണ്ട്. ഇനി വാലൂടെ കയറ്റി നോക്കണം എങ്ങനെയുണ്ടെന്ന് സംഭവം. ഇപ്പൊ നമ്മൾ അളവിനനുസരിച്ച് വാല് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇട്ട് നോക്കണം. ആളെ പിടിക്കണം. ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നാണ് അറിയേണ്ടത്. ഇങ്ങനെ കടിച്ചു പറിച്ച് ഓട്ടുകളി ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും രക്ഷപ്പെട്ടു. എന്താ വേണം നഗ്ഗിയൊക്കെ ഇട്ട് ഇനി അമ്മ വരക്ക് ആരും നിന്നെ വരുന്നത് അപ്പിയിട്ട് എന്ത് വേണം വെച്ചു. ഓക്കെ, ജട്ടി ഇട്ടപ്പോഴും സ്നഗ്ഗി ഇട്ടപ്പോഴും ഇതുപോലൊക്കെ തന്നെ. ഡ്രസ് ഇട്ടപ്പോഴും ശരിച്ച സമയം എടുക്കും. എന്നിട്ട് റെഡി ആവും ആള്. ഓടി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് സ്നഗ്ഗിയായിട്ടൊക്കെ സെറ്റായി. ഇപ്പൊ ആൾക്ക് കടിയുമില്ല, ഒന്നുമില്ല.
ഇനിയിപ്പോ ഓടി നടന്ന് അപ്പിയിടാം. എന്തോടി സാറേ നീ കാണിക്കുന്നേ? സ്നഗ്ഗിയൊക്കെ ഇട്ടുണ്ട്. അതെ സാറേ, എന്തുവാ സാറേ സ്നഗ്ഗിയൊക്കെ എങ്ങനെ? ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് നോക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്ന്. സാറേ ൊരു ചട്ടിയേറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കവാലം ചട്ടി. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആൾക്ക് വിഷയമൊന്നുമില്ല. അപ്പിയൊന്നും ഇടാത്തതുകൊണ്ട് നമുക്ക് അറിയാനൊന്നും പറ്റുന്നൊന്നുമില്ല. അല്ലാതെ വിഷയമൊന്നുമില്ല. ചെറിയൊരു ടൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ കുഴപ്പമില്ല. പുള്ളിക്കാരത്തേക്ക് വലിയ വിഷയമായിട്ടൊന്നും ഇല്ല. സെറ്റാണ്. ഇനി എന്തോ വേണം, ഇനി ആരും നമ്മളെ അടിച്ചിറക്കി വിടത്തില്ല അപ്പി ഇടുന്ന കേസ് പറഞ്ഞു. ഓക്കെ, in that